ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സനു, മോങ്സ് മ്യൂസിക് അക്കാഡമിയിലെ കോഴ്സ് കോർഡിനേറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഡെമോ ലൈറ്റിംഗ് ഡിസൈനിങ് എന്ന കോഴ്സിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സ് എന്താണ്, ഈ കോഴ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യാം, എന്തെല്ലാം നമ്മൾ പഠിക്കും, നിങ്ങൾക്ക് ഇതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ ഡെമോ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ കോഴ്സ് എന്ന് മനസ്സിലാക്കാനും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഈ ഡെമോ 3 സെഷൻ ആയിട്ടാണ് ഉണ്ടാവുക. ഒന്ന്, ഞാൻ കോഴ്സിനെ കുറിച്ച് പറയും. ഇപ്പൊ നിങ്ങൾക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യാനോ സംസാരിക്കാനോ പറ്റില്ല, കാരണം എല്ലാവരും കൂടി അൺമ്യൂട്ട് ചെയ്ത് എന്താവും അറിയാലോ. അപ്പൊ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സംശയം ചോദിക്കാനുള്ള ഒരു ടൈം ഉണ്ട്. അപ്പൊ നിങ്ങൾ താഴെ റിയാക്റ്റിൽ റേസ് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അത് ഡൗട്ട് ക്ലിയർ സെക്കൻഡ് സെഷൻ. രണ്ടാമതൊരു സെഷൻ എന്ന് പറയുമ്പോൾ കോഴ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യണം, കോഴ്സിന്റെ ഫീ എന്താണ്, അഡ്മിഷൻ എങ്ങനെ എടുക്കാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെഷനിലേക്ക് കടക്കാം. ഈ കോഴ്സ് എന്താണ്, കോഴ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുക, ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു അവലോകനം ചെയ്യാം. ആദ്യമായിട്ട് ഈ കോഴ്സ് യൂസ്ഫുൾ ആകുന്നത് ആർക്കൊക്കെയാണ്? പ്രൊഫഷണൽ കാറ്റഗറിയിൽ നിൽക്കുന്ന ആളുകൾ, അതായത് ടൈഗർ ടച്ച് പോലുള്ള കൺസോളുകൾ എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ, എന്താ പറയുക, പാച്ചിങ്, അഡ്രസ് ചേഞ്ചിങ്, വലിയ വലിയ ഷോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ കോഴ്സ് കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമില്ല. സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടും. പക്ഷെ അത്ര നാള് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1.5 മുതൽ 2 മാസം വരെയാണ്. ചിലപ്പോൾ കുറച്ചുകൂടി നീളാം സാഹചര്യങ്ങൾ അനുസരിച്ച്, കാരണം നമുക്കറിയാം അതൊരു ക്രാഷ് കോഴ്സ് ആണല്ലോ. അപ്പോൾ പ്രാക്ടിക്കലുകളൊക്കെ വെക്കുന്നതിന്റെ ഒരു ടൈമിംഗ് അനുസരിച്ച് കോഴ്സ് കുറച്ച് നീളാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഡ്യൂറേഷനിൽ പഠിച്ചിട്ട് പിന്നെ അറിയുന്ന കാര്യങ്ങൾ വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. ബിഗിനേഴ്സിന് ഇത് വണ്ടർഫുൾ കോഴ്സാണ്. കാരണം ഒരു കണക്ഷൻ പ്രൊസീജിയർ എങ്ങനെ, DMX എങ്ങനെ കണക്ട് ചെയ്യണം, ഒരു ലൈറ്റിംഗ് എങ്ങനെ, നമ്മൾ സ്റ്റേജ് ലൈറ്റിംഗ് ആണ് ഇവിടെ പഠിക്കുക, ഇല്യൂമിനേഷൻ അല്ല. ഞാൻ പറഞ്ഞല്ലോ, പന്തൽ വർക്കല്ല, സ്റ്റേജിന് ഡാൻസ് പ്രോഗ്രാംസ്, മ്യൂസിക് പ്രോഗ്രാംസ് പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ ലൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ സ്റ്റഡി. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന ലൈറ്റുകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് തിയറിയിൽ. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കും തിയറി. ഓക്കെ, പിന്നെ പ്രാക്ടിക്കൽസ് നമ്മൾ ചെയ്യും. അപ്പോൾ ബിഗിനേഴ്സിന് ഇത് യൂസ്ഫുൾ ആണ്. പിന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾ ഓൾറെഡി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പാച്ചിങ് ഒക്കെ നന്നായിട്ട് അറിയാം, പക്ഷെ കൺസോൾ യൂസ് ചെയ്യാൻ അറിയില്ല. ഇവൻ പാച്ചിങ് അറിയാം, പക്ഷെ ചില സമയത്ത് ലൈറ്റ് കത്തുന്നില്ല, ചില സമയത്ത് ലൈറ്റ് കത്തും, എന്താണ് സാറേ ഒരു പിടിയില്ലല്ലോ. ഇങ്ങനെയുള്ള ആൾക്ക്, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആണ്. അപ്പൊ പ്രൊഫഷണൽ ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം വരുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, നല്ല ബോറിംഗ് ഉണ്ടാവും. നിങ്ങൾ അറിയുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നതല്ല ഞാൻ പറയുന്നത്. നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് ആണ് അവിടെ പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത്, കോഴ്സ് ഹാപ്പി ആയിട്ട് പോകണം. ഓരോ പ്രാക്ടിക്ക് വരുമ്പോൾ നിങ്ങളുടെ മുഖത്തുള്ള പുഞ്ചിരി നമുക്ക് കാണാം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പ്രസന്റേഷനിലേക്ക് കിടക്കാം. ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണ് നമ്മൾ ഇത് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാം കണ്ട് മനസ്സിലാക്കാലോ. അപ്പോൾ ഒന്ന് സഹകരിക്കാം കേട്ടോ. ഞാനിപ്പോ എൻ്റെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഓക്കെ, ഇന്റർനെറ്റ് സ്ലോ ഉള്ളവരൊക്കെ വീഡിയോ മ്യൂട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വല്ല സ്റ്റക്ക് ഒക്കെ വരുന്നുണ്ടെങ്കിൽ എല്ലാത്തവർക്കും വീഡിയോ ഓൺ ആക്കി വെക്കാം. ശരി, നമ്മൾ ഈ കോഴ്സിന്റെ പേര് എല്ലാവർക്കും അറിയാം, സർട്ടിഫിക്കറ്റ് ഇൻ ലൈറ്റ് ഡിസൈനിങ് ആണ്. കാരണം മോങ്സ് മ്യൂസിക് അക്കാഡമി ഒരു 4 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, 4-ലധികം വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളിലാണ് തുടക്കം കുറിച്ചത്. പക്ഷേ ഇപ്പം ഓഫ്ലൈനിൽ 10-40ഓളം സ്റ്റുഡൻസ് പ്രൊഫഷണൽ ഡിപ്ലോമ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സൗണ്ട് ലൈറ്റിൽ. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും നമ്മൾ പ്രൗഡായിട്ട് പ്രസന്റ് ചെയ്ത് നടത്തുന്ന കോഴ്സാണ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ. ഓക്കെ, ശരി. അപ്പം ഈ കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ കൺസോളുകളാണ് പഠിക്കുക? അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ആദ്യമൊക്കെ അക്കാഡമിയിൽ ട്രെയിനിങ് കൺസോൾ ട്രെയിനിങ് ആയിരുന്നു. ഈ കൺസോൾ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കും. പിന്നെ നമ്മളൊരു സ്റ്റേജിൽ പോകുമ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസും പിന്നെ അവിടെ വർക്കൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് ശരിക്കും വർക്ക് ചെയ്യാൻ പഠിക്കും. ഇപ്പോൾ നമ്മളുടെ കോഴ്സിന്റെ സ്ട്രക്ചർ മാറ്റിയിട്ടുണ്ട്. കാരണം കുട്ടികളുടെ റിവ്യൂസ് നമ്മൾ ജെന്യൂൻ ആയിട്ട് കേൾക്കും, അതിൽ നിന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കും. അപ്പൊ നമ്മൾ കുറെ കൂടി എക്യുപ്മെന്റ്സും ലൈറ്റുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും നമ്മളുടെ റൂഫ് ടോപ്പ്, നമ്മളുടെ അക്കാഡമി റൂഫ് ടോപ്പിൽ ഒരു, നിങ്ങൾക്കറിയാം, ഗോൾഡ് പോസ്റ്റ് എന്നൊക്കെ പറയും, സ്റ്റേജ് പ്രോപ്പർ സ്റ്റേജ് ചെയ്ത് അതിന്റെ മുകളിൽ ഒരു ഫ്രെയിം അടിച്ച് നമ്മൾ പ്രോപ്പർ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ ഒരു വെന്യൂ അല്ലെങ്കിൽ ഒരു പരിപാടി സ്ഥലത്ത് എങ്ങനെ ലൈറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ക്ലാസ് മുതലേ നിങ്ങൾ പഠിക്കും കേട്ടോ. അപ്പൊ ഹാങ് ചെയ്തുള്ള ലൈറ്റിംഗ് ആണ് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഹാങ് ചെയ്തിട്ടുള്ള ലൈറ്റിംഗ് തൊട്ട് നമ്മൾ പഠിക്കുന്നുണ്ടാവും. പിന്നെ കുറെ ജനറൽ കോൺസെപ്റ്റ്സ് ഉണ്ടാവും.
ഓക്കെ. ജനറൽ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫേസ് ലൈറ്റ്, മീറ്റിംഗ് നടക്കുമ്പോൾ പുറത്തുനിന്ന് വാംപാർ വയ്ക്കും. അതൊക്കെ നമുക്ക് പഠിച്ച് എടുക്കേണ്ട ഒരു കാര്യമല്ല, അത് നമുക്ക് അവിടെ സിറ്റുവേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം അവിടെ ഒരുക്കുന്നുണ്ടാവും. ഓക്കെ. DMX512 ഇതിന്റെ എല്ലാ പിക്ചേഴ്സ് കാണിച്ചു തരാം കേട്ടോ. DMX512 എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സിമ്പിൾ ബ്ലാക്ക് കളറിൽ നിങ്ങൾ പല സ്ഥലങ്ങളിലും നമ്മുടെ വിവാഹ പന്തലിലൊക്കെ കാണുന്ന സിമ്പിൾ കൺസോൾ ആണ്. അത് സാധാരണ റെഡ്, ഗ്രീൻ, ബ്ലൂ ഒക്കെ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതല്ല അതിന്റെ പർപ്പസ്. നമുക്ക് മൂവി ഹെഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ബീം ലൈറ്റ് അല്ലേ. അപ്പൊ ഈ ഒരു ലൈറ്റ് വരെ നമുക്ക് അതിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അതിന് പരിധി ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങളടക്കം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കലാണ് നമ്മൾ ഫസ്റ്റ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. അപ്പൊ അടുത്തത് എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്? മിനി പേൾ. ഞാനൊരു ലൈവ് സൗണ്ട് എഞ്ചിനീയർ, ഞാൻ അക്കാഡമിയിലെ കോർഡിനേറ്റർ ആണ്. പക്ഷെ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ലൈവ് സൗണ്ട് ആണ്. ഞാൻ കുറെ ബാൻഡുകളും ആർട്ടിസ്റ്റുകളും ഒപ്പൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ കുറച്ചുകൂടെ ട്രെയിനിങ്ങിലേക്ക് മാറി വർക്കുകൾ കുറച്ച് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുള്ളത്, സ്റ്റേജിലേക്ക് ലൈറ്റ് ഉണ്ടാവില്ല, പുറത്തേക്ക് ലൈറ്റ്, തെങ്ങ്, ആകാശം, വളരെ റോങ് ആണ്. ഒരു ഫേസ് ലൈറ്റ് പോലും ഇല്ലാത്ത സ്റ്റേജ് കണ്ടിട്ടുണ്ട്. നമുക്കിപ്പോ മടുത്തു പോകും, കാരണം നല്ല സൗണ്ടാണ്. സ്റ്റേജ് ലൈറ്റിംഗ് ചെയ്യുന്ന ആൾ ടൈഗർ ടച്ച് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അറിയാത്ത ഒരു ആയുധം ഉപയോഗിക്കുന്നത് വളരെ അപകടമാണ്. ഒരു 512 വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ നന്നായിരുന്നു തോന്നിയിട്ടുണ്ട്. അപ്പൊ മിനി പേഡ് വെച്ചിട്ട് ഞാൻ പല സ്റ്റേജുകളും മുമ്പ് ടൈഗർ ടച്ച് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ അറിയാത്ത ആളുകളെയും എന്താ പറയുക വളരെ ദുരന്തം ലൈറ്റിംഗ് ചെയ്യുന്നവരും മിനി പേഡ് വെച്ചിട്ട് ഞാൻ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് ഏത് കൺസോൾ ബ്രോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് മിനി പേഡാ, ഇത് അടിപൊളിയായിട്ടാണ് അത് ചെയ്യുക. ടൈമിങ്ങും പാട്ടിനുള്ള സെൻസും ലൈറ്റിന്റെ കോമ്പിനേഷനും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ വേണം. കളറിനോട് പാഷൻ വേണം. കളറിനോട് ഇഷ്ടമൊന്നുമില്ല, പൈസ മതി, അതിന് വേണ്ടിയാണെങ്കിൽ ആരും പഠിക്കാൻ വരണ്ട. കാരണം എന്താ, നിങ്ങൾക്ക് വെറുതെ ഒരു കേബിൾ കണക്ട് ചെയ്യാം. അതിപ്പോ നമുക്ക് ആശാരി പണിക്ക് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ പണിക്ക് പോയി കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ. ഇതിനോട് പാഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് വളരാൻ പറ്റുക, നമ്മുടെ വർക്കുകൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക. മനസ്സിലാവുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ ഞാനിപ്പോ ഇത്ര ഒരു 20 വർഷമായിട്ടുണ്ട്. നമുക്ക് ഓരോ പാട്ട്, ഓരോ ബാൻഡിന്റെ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. നല്ല സൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഇപ്പോഴും മാറിയിട്ടില്ല, അത് ലഹരിയാണ്. അതുപോലെ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റിംഗ് ഡിസൈനർ നമ്മൾ എഞ്ചിനീയർ എന്ന് പറയില്ല, സൗണ്ട് എഞ്ചിനീയർ പറയും, ലൈറ്റിംഗിന് ഡിസൈനർ എന്ന് പറയും. കാരണം നിങ്ങളൊരു പടം വരയ്ക്കുന്ന പോലെയാണ് ഒരു സ്റ്റേജ്. ഡ്രാമ ആയിക്കോട്ടെ, ഒരു മ്യൂസിക് ആയിക്കോട്ടെ, ആ മ്യൂസിക്കിന്റെ ഇമോഷൻസ് എല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളുടെ കൈകളിലൂടെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ പാഷൻ ഉള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. മിനി പേൾ നമ്മൾ ഈ DMX512 കംപ്ലീറ്റ് ടെക്നിക്ക് പഠിക്കും, ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള സാമ്പിൾ പഠിക്കും. അതുപോലെ തന്നെ മിനി പേളിന്റെ കംപ്ലീറ്റ് ടെക്നിക്ക് പഠിക്കും, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള സാമ്പിൾ പഠിക്കും. പിന്നെ ടൈറ്റൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഈ സോഫ്റ്റ്വെയർ പഠിക്കണം നിർബന്ധമല്ല, നമ്മളൊരു കോംപ്ലിമെന്റ് ആയിട്ട് ഇത് വെച്ചിരിക്കുന്നതാണ്. കാരണം ഈ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക. കമ്പ്യൂട്ടർ അത്യാവശ്യം ഒരു ബേസിക് പ്രോസസ്സിംഗ് ഒക്കെ മതി. പക്ഷെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് പറ്റും. ഞാൻ പറയുന്നത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയാത്തത് വളരെ കുറവല്ല ഈ കാലഘട്ടത്തിൽ. അപ്പൊ ഈ ടൈറ്റൻ സോഫ്റ്റ്വെയർ ഉണ്ട്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യണമല്ലോ ദൈവമേ എന്ന് വിചാരിച്ച് ആരും കോഴ്സിൽ ജോയിൻ ചെയ്യാതിരിക്കേണ്ടതാണ്. ടൈറ്റൻ സോഫ്റ്റ്വെയർ നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആവും. ഇതൊരു കോംപ്ലിമെന്റ് ആണ്. ഈ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ലൈറ്റ് ഒക്കെ പ്ലേസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ ഇതിൽ ലൈസൻസ് കീ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഡയറക്റ്റ് ടൈറ്റന്റെ പ്രോസസ്സറുകളുണ്ട്, മൊഡ്യൂൾസ് ഉണ്ട്, അതിൽ കണക്ട് ചെയ്ത് ലൈറ്റ് വർക്ക് ചെയ്യാം. മനസ്സിലായോ? മൗസ് കൊണ്ട് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി സോഫ്റ്റ്വെയറിനുണ്ട്. ഈ സോഫ്റ്റ്വെയർ നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഓക്കെ. ഇതിന്റെ ഫ്രീ വേർഷൻസ് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞാൽ മൈറ്റി ടൈഗർ ടച്ച്. ടൈഗർ ടച്ച് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ റേഞ്ചിൽ നിൽക്കുന്ന ഒരു കൺസോൾ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ടൈഗർ ടച്ച് A to Z പഠിക്കാനൊന്നും ഒരു ദിവസം 3-4 ദിവസം ഒന്നും പോരാ. പക്ഷെ ഇത് വർക്ക് ചെയ്യാൻ നിങ്ങൾ എഫിഷ്യന്റ് ആക്കുക. അപ്പൊ നമ്മൾ ഈ കോഴ്സ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ വർക്ക് എഫിഷ്യന്റ് ആക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിൽ വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ പോയിന്റ്. ശരി, ഇനി നമുക്ക് ഇതിന്റെ പിക്ചേഴ്സ് കാണാം. ഇതാണ് 512. നമ്മുടെ DMX എന്ന് പറഞ്ഞ പ്രോട്ടോകോളിനാണ് നമ്മുടെ ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. പണ്ട് കാലത്ത് ഡിമ്മർ പാക്ക് ആയിരുന്നു, ഫുൾ ഇലക്ട്രിസിറ്റി ആയിരുന്നു. ഇപ്പൊ DMX എന്ന് പറഞ്ഞൊരു പ്രോട്ടോകോൾ വെച്ചിട്ട് ലൈറ്റ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ DMX512 എന്ന് പറഞ്ഞ കൺസോൾ കേട്ടോ. ഇതിലെ ഈ ബട്ടൺസ് എന്താണ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടാവും. ടൈഗർ ടച്ച്, സോറി, മിനി പേൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് നമ്മളെ 512 വെറുതെ സീൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റുകൾ വർക്ക് ചെയ്യും. ഇതിൽ അങ്ങനെയല്ല. ഇതിലെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണാലിറ്റി ഉള്ള പോലെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ലൈറ്റിന്റെ പേഴ്സണാലിറ്റി നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. USB വഴിയൊക്കെ നമുക്ക് അത് എടുക്കാം. ഓക്കെ. അപ്പോൾ മിനി പേളിന്റെ പ്രത്യേകത എന്താ? ഒരുപാട് എക്സ്പെൻസീവ് അല്ല, എവിടെയും ഇത് അവൈലബിൾ ആണ്. പ്രൊഫഷണൽ കാറ്റഗറി ഷോ, വലിയ സ്റ്റേജുകളൊക്കെ ഇത് വെച്ച് ചെയ്യാം. മനസ്സിലായോ? നമ്മളപ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് വലിയ സ്റ്റേജ് പഠിക്കാന്ന് വെച്ചാൽ ഈ കോഴ്സിന്റെ ഫീസ് ഒരു 5 ലക്ഷം ആയിരിക്കും.
നമ്മൾ ഈ കോഴ്സിന്റെ ഫീ ആവശ്യമില്ലാതെ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. പഠിക്കേണ്ടതിന്റെ എല്ലാം ഒരു മിനിയേച്ചർ പഠിക്കുക. പിന്നെ വർക്ക് സൈറ്റിലാണ് നമുക്ക് പഠിക്കാൻ പറ്റുക. അത് മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ വരാനായിട്ട്. ഓക്കെ, ഞാനെല്ലാം പറയാൻ കാരണം എന്താ, നിങ്ങൾ ആ എക്സ്പെക്ടേഷനിൽ വരുമ്പോഴാണ് നമ്മൾ അവിടെ ഹാപ്പിനെസ് ക്രിയേറ്റ് ആവുക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക, പോസിറ്റീവ് ആയിരിക്കണം നമ്മുടെ മൈൻഡ്. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ ഞാൻ പറയാം ടൈറ്റൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. ഇതിൽ നിങ്ങൾ നോക്കൂ, ലൈറ്റുകൾ കണ്ടോ, ബീമിംഗ് മുതൽ കണ്ടോ. ഇവിടെ നമ്മൾ ഇതിപ്പോ ഞാൻ പഠിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, പഠിപ്പിക്കാൻ ഞാൻ ആളല്ല, എന്നാലും ഇത് കണ്ടത് ബീമുകളാണ്. ഗോബോസ് എന്ന് പറയും. നമ്മുടെ മൂവി ഹെഡിന്റെ പല ടൈപ്പ് ഗോബോസ് ആണ് ഇതിനകത്ത് നിന്ന് വരിക. ഒക്കെ ബീം ചെയ്യുന്നത് ആ ഗോബോസ് ആണിത്. നമുക്ക് സെലക്ട് ചെയ്ത അഡ്രസ് അസൈൻ ചെയ്ത് വർക്ക് ചെയ്യിച്ച്, അപ്പൊ നമുക്കറിയാം ഒരു സ്റ്റേജിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പാറ് വെച്ചാൽ ഏകദേശം ഒരു റിസൾട്ട് കിട്ടും. എക്സാക്ട് റിസൾട്ട് അല്ല, അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിരുന്നുണ്ട്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വളരും. ഓക്കെ, ഇതാണ് നമ്മുടെ മൈക്കി ടൈഗർ ടച്ച്. ടൈഗർ ടച്ച് നമുക്ക് കാണാൻ സിമ്പിൾ ആണ്, ടച്ച് ഡിസ്പ്ലേ ആണ്. ഇതിൽ കുറെ അസൈൻമെന്റുകളൊക്കെ ഈ ഡിസ്പ്ലേയിൽ തന്നെയായിരിക്കും ചെയ്യുക. പിന്നെ ഇതിന്റെ ഓരോ കൺട്രോൾസ് നമ്മൾ പഠിക്കും. പിന്നെ ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഇത്രയാണ് നമ്മളുടെ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഈ ഓരോ കോഴ്സ്, ഈ കോഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ, ഇത് എങ്ങനെയാണ് ചെയ്യുക അല്ലെ. ഞാൻ ഇപ്പൊ കോഴ്സിൽ എന്തൊക്കെ പഠിക്കുന്നല്ലേ പറഞ്ഞോ. നമുക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് രാത്രി 9 മണി തൊട്ട് 10 മണി വരെ ഇടയിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക കേട്ടോ. നിങ്ങൾ നേരത്തെ ഇൻഫോം ചെയ്യും. മോസ്റ്റ്ലി നമുക്ക് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളായിരിക്കും അറേഞ്ച് ചെയ്യുക. എന്തായാലും നേരത്തെ ഇൻഫോംഡ് ആയിരിക്കും നിങ്ങൾ. നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡഡ് വീഡിയോ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കണ്ട് മനസ്സിലായില്ല, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല, ഡോൺ വറി, നിങ്ങൾക്ക് നേരെ റെക്കോർഡഡ് വീഡിയോസ് എന്ത് ചെയ്യാം, റെക്കോർഡ് വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ അതിനൊരു ഫെസിലിറ്റി, അതിനൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പം അത് കണ്ട് ഡൗട്ട്സ് ചോദിക്കാം, ഗ്രൂപ്പിൽ ഡൗട്ട്സ് ചോദിക്കാൻ ടീച്ചർ ഉണ്ടാവും. അത് കഴിഞ്ഞ ആവശ്യം എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രാക്ടിക്കലിന് മുമ്പ് 2-3 സെഷൻസ് ആണ് ഓൺലൈൻ ഉണ്ടാവുക. കാരണം എന്താ, കുറച്ച് തിയറി പഠിക്കാനുണ്ടായി സെഷനിൽ. പിന്നെ DMXന്റെ പ്രാക്ടിക്കൽ വരുമ്പോൾ നിങ്ങൾ ഇപ്പൊ നമുക്കൊരു ബാച്ചിൽ 30 പേരാണ്. അത് കഴിഞ്ഞാൽ ബാച്ച് ക്ലോസ് ആവും. ഓക്കെ, നിങ്ങൾ അഡ്മിഷൻ എടുക്കില്ല, സീറ്റ് രജിസ്റ്റർ ചെയ്യണം, എന്നാലാണ് കൺഫേം ആവുള്ളൂ. അല്ലെങ്കിൽ ആ കോഴ്സ് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഈ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് നമ്മൾ തരൂല. അപ്പം പറഞ്ഞു തന്നത്, ആ കോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്മിഷൻ ഇല്ല. ബട്ട് ഈ 30 പേര് ഒരുമിച്ച് വന്ന പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നിങ്ങളെ ബാച്ചസ് ആയിട്ട് തിരിക്കും കേട്ടോ. ഒരു ദിവസം ഇത്രയും പേരുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ആ ദിവസം വരിക, അതാണ്. അപ്പോൾ ഒരു മിനിമം ഒരു 10-12 പേര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാച്ച് അവിടെ ക്ലോസ് ആയിട്ട് മറ്റുള്ളവർക്ക് വേറൊരു ദിവസമായിരിക്കും ഇതിന്റെ പ്രാക്ടിക്കൽ വരിക. അത് കഴിയുന്നവരെ മറ്റുള്ളവർ വെയിറ്റ് ചെയ്യണം. ഓക്കെ, 5-12 കഴിഞ്ഞു. പിന്നെ നമുക്ക് മിനി പേളിന്റെ ക്ലാസ്സുകൾ വരും. ഓക്കെ, ഒരു സെക്കൻഡ് കേട്ടോ. പിന്നെ നമുക്ക് എന്താണ്, മിനി പേളിന്റെ ക്ലാസ്സുകൾ വരും. മിനി പേള് എന്താ, അതിന് മുമ്പായിട്ട് ഒറ്റ തിയറി ഉണ്ടാവുള്ളൂ. കാരണം മിനി പേളിന്റെ തിയറി ഒക്കെ ഒറ്റ തിയറിയേ ഉള്ളൂ, മനസ്സിലായി. മിനി പേളിനും DMS ആയിട്ടും ടൈഗർ ടച്ചിനും സെപ്പറേറ്റ് തിയറികളൊന്നും ഇല്ല. പക്ഷെ മിനി പേളിന്റെ സ്വിച്ചുകൾ എന്താണ്, എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യണം, അതിനൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രാക്ടിക്കലി വരുമ്പോൾ നമുക്ക് സമയം സേവ് ചെയ്യാലോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു തിയറി സെഷൻ ഉണ്ടാവും. അത് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ പ്രാക്ടിക്കലിന്റെ പ്രത്യേകത ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കലാണ്. അതായത് സാധാരണ പ്രാക്ടിക്കൽ നമ്മൾ ടീച്ചർ ഒരു 10-40 പേരുണ്ടാവും. ടീച്ചർ വീഡിയോയിൽ സ്ക്രീനിൽ വെച്ചിട്ട് കാണിച്ചു തരും, നോക്കിക്കോളാൻ പറയും. നോക്കാൻ ചില ലിമിറ്റേഷൻ ഉണ്ടാവും. എല്ലാവരും കൂടി വന്ന് 1-2 പേര് നോക്കും, ബാക്കിയുള്ളവരൊക്കെ പോകും. ഇങ്ങനെയല്ല നമ്മുടെ പ്രാക്ടിക്കൽ, മനസ്സിലായോ. ടീച്ചർ നിങ്ങൾക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരികയും ടീച്ചറുടെ അസിസ്റ്റൻസ്, ടീച്ചർ സ്പൂൺ ഫീഡിങ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് സംശയം ചോദിക്കാൻ നിങ്ങൾക്ക് ടീച്ചർ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും തല വർക്ക് ചെയ്ത് കാണിക്കണം. അപ്പോഴും പ്രാക്ടിക്കൽ. അത് വെച്ച് നിങ്ങൾ വരാതിരിക്കുന്ന തല്ല് കിട്ടുന്നില്ല. ഓരോരുത്തരും ഓരോ സോഫ്റ്റ്വെയറും ഓരോ ഡിവൈസും നിങ്ങൾ എഫിഷ്യന്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ആൾക്കാരെ കുറയ്ക്കുന്നത് പ്രാക്ടിക്കൽ വരുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് സുഖമാണ്. പിന്നെ ഈ പ്രാക്ടിക്കൽ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം കമ്പൾസറി ആണ് സർട്ടിഫിക്കറ്റ് കിട്ടാനും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും. ഒരു ദിവസം നിങ്ങൾ വന്നിരിക്കണം പ്രാക്ടിക്കലിന്റെ ഫസ്റ്റ് ഡേ. 2nd-ഉം 3rd-ഉം ഡേയ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വരാം. ഓക്കെ, അത് നേരത്തെ ഇൻഫോം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് ഒരു ദിവസം നിങ്ങൾ വന്നു, നേരെ ഒന്ന് കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യണം, ഒന്നും കൂടി ചെയ്ത് നോക്കണം. നിങ്ങൾ വരണ്ടെന്ന് ആരും പറയില്ല. അടുത്തൊരു 3 ദിവസം നമുക്ക്, ഇപ്പൊ 4 ദിവസം മൊത്തം നിങ്ങൾക്ക് വരാം ഒരു പ്രാക്ടിക്കലിന് കേട്ടോ. ഫസ്റ്റ് ഡേ കമ്പൾസറി, മനസ്സിലായ വീട്ടിൽ പോവാം, വെറുതെ ഡോഡ്ജിൽ പൈസ കളയണ്ട. പക്ഷെ മനസ്സിലായില്ലേ, പിറ്റേ ദിവസം വരാം. പിറ്റേ ദിവസം നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നത് മെയിൻ ടീച്ചർ ആയിരിക്കില്ല, സബ് ടീച്ചേഴ്സോ അല്ലെങ്കിൽ സീനിയർ സ്റ്റുഡൻസോ ആയിരിക്കും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ആര് അസിസ്റ്റ് ചെയ്താലും നമ്മളൊരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് 5-12 4 ദിവസം, പിന്നെ മിനി പേളിൽ 4 ദിവസം. ടൈറ്റൻ സോഫ്റ്റ്വെയറിൽ ഓൺലൈൻ ക്ലാസ് ആണ്. ടൈഗർ ടച്ചിൽ നമുക്ക് ഡേയ്സ് കുറവായിരിക്കും, 2 days ആണ് കിട്ടുക. അത് റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്യും ടൈഗർ ടച്ച്. കാരണം വെരി എക്സ്പെൻസീവ് കൺസോൾ ആണ് കമ്പാരിറ്റീവ്ലി. റെന്റ് ഔട്ട് ചെയ്യാനും ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ അക്കാഡമിയിലും ഓൺ ചെയ്യുന്നതല്ല, സർവീസിൽ പോയിട്ട് അത് കംപ്ലൈന്റ് ആയി, അപ്പം നമ്മൾ വേറെ റെന്റ് ഔട്ട് ചെയ്ത് കൊണ്ടുവരും ആ സമയമാകുമ്പോഴേക്കും. അപ്പം നമുക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം ലിമിറ്റേഷൻ ഉണ്ട്. ടൈഗർ ടച്ച്
പ്രോപ്പറായിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യും. ആളുകൾ എണ്ണനുസരിച്ചും സിറ്റുവേഷൻ അനുസരിച്ചും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് ടൈഗർ ടച്ചിലും ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസിന് വരാം ട്രെയിനിങ് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയധികം പ്രാക്ടിക്കൽസ് ഡേയ്സ് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് കിട്ടുന്നുണ്ട്, തിയറി കിട്ടുന്നുണ്ട്. ഇത് ഇപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 1.5 മാസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 2-2.5 മാസം ആവാം, ചിലപ്പോൾ 1.5 മാസം ഫിനിഷ് ആവാം. എങ്ങനെയാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഷോർട്ട് ടൈം കോഴ്സാണ്, നമ്മുടെ ഡിപ്ലോമ കോഴ്സിന്റെ ഇടയിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടണം, വെറുതെ കാണിച്ചു വിട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ ഡേയ്സിൽ ചെറിയ വ്യത്യാസമുണ്ടോ. പ്രത്യേകിച്ച് ടൈഗർ ടച്ച് ട്രെയിനിങ്ങിന് നിങ്ങൾക്ക് നമ്മൾ അറേഞ്ച് ചെയ്യാൻ നോക്കുക സീനിയർ ആയിട്ടുള്ള ട്രെയിനേഴ്സിനെയാണ്. കാരണം ഇൻഡസ്ട്രിയിൽ ഹെവി വലിയ വലിയ ബാൻഡുകൾ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ആണ് വരിക. അപ്പൊ അവരെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഭീകരമായിരിക്കും. നമ്മൾ ഇൻ ഹൗസ് എഞ്ചിനീയർ ആണ് ടൈഗർ ടച്ച് പഠിക്കാനും ഒക്കെ അറിയാം, പക്ഷെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടി നമ്മളെ പുറത്തുനിന്ന് എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്തിട്ട് കൊണ്ടുവരും. അങ്ങനെ ഒരു പോളിസി ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ടോട്ടൽ കോഴ്സിന്റെ സ്ട്രക്ചർ. ഞാൻ പറഞ്ഞു അപ്പം 1, 2, 3, 4, അതിൽ ഒരെണ്ണം ഓൺലൈനാണ്. ഓക്കെ, അപ്പൊ 4ഓളം മിനിപ്പേളിൽ നമുക്ക് 2 ദിവസം പ്രാക്ടിക്കൽ ഉണ്ടാവും കേട്ടോ. മിനിപ്പേളിൽ നമ്മളൊരു പ്രൊജക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം BMS 512 അതിന് നമുക്ക് 4 ദിവസമായി, അതിൽ 1 ദിവസം കമ്പൽസറി ആയിട്ട് എല്ലാം ഞാൻ വീണ്ടും വീണ്ടും പറയില്ല. പിന്നെ മിനി പേളില് നമുക്ക് പ്രാക്ടീസിന് ട്രെയിനിങ്ങും പിന്നെ ഒരു പ്രൊജക്റ്റും ഉണ്ട്, പിന്നെ പ്രാക്ടീസിന് വരാം. അപ്പോൾ നമുക്ക് ടോട്ടൽ അതിലൊരു 4 ദിവസം കൂട്ടാം, 8ആയി. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ടൈറ്റൻ സോഫ്റ്റ്വെയർ മാത്രം വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ടൈഗർ ടച്ചിൽ അഗെയിൻ 4. ഓക്കെ, ഒരു 12ഓളം പ്രാക്ടിക്കൽ നിങ്ങൾക്ക് അക്കാഡമിയിലെ സ്പേസും എക്യുപ്മെന്റ്സും ടീച്ചേഴ്സിനെയും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഓൺലൈൻ ക്ലാസ്സും റെക്കോർഡഡ് ലെസൺസും, ഓൺലൈൻ ക്ലാസ് ലൈവ് ആണ്, അതിന് റെക്കോർഡഡ് ലെസൺസും കിട്ടും, സംശയം തീർക്കാൻ നോട്ട്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. ഇതാണ് നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചർ. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ചെറിയ സ്റ്റേജ്, ഒന്നും അറിയാത്തവരെ സംബന്ധിച്ചോളം പോയിട്ട് ബീഗർ സ്റ്റേജിൽ നിന്ന് എടുക്കരുത്. ചെറിയ സ്റ്റേജിൽ നമ്മൾ ചെയ്ത് പഠിക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ വീണു പോകും. അപ്പോൾ നമ്മൾ ഓരോന്നും പഠിക്കുമ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എവിടെയെങ്കിലും കണ്ടെത്തുക, ശ്രമിക്കുക, അത് അപ്ലൈ ചെയ്യുക, ഡൗട്ടുകൾ ചോദിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ അടിപൊളി എഞ്ചിനീയറായി മാറും, ഡിസൈനറായി മാറും, അല്ലെങ്കിൽ നല്ല ടെക്നീഷ്യനായി മാറും. ഇത് സംശയം വേണ്ട കേട്ടോ. ഇതാണ് നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ. പിന്നെ നമ്മൾ കോഴ്സ് കഴിയുമ്പോൾ ഒരു അലുമിനി ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോബ് ഓഫേഴ്സ് വരും, ഇന്റർവ്യൂസ് വരും, പിന്നെ തമ്മിൽ ജോബ്സ് ഷെയർ ചെയ്യാം, ഡൗട്ട്സ് ചോദിക്കാം, പേഴ്സണാലിറ്റി ഒക്കെ ഒരുപാട് പേര് അങ്ങോട്ട് ഷെയർ ചെയ്യുന്നതാണ്. അങ്ങനെ ഭീകര ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ശരി, ഇതാണ് കോഴ്സിന്റെ മൊത്തം പറയുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ റിയാക്റ്റിൽ റേസ് ഹാൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ എനിക്കൊരു തംസപ്പ് തരിക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എല്ലാം, നിങ്ങൾ കോൺഫിഡന്റ് ആണ്, എനിക്ക് കോഴ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യാം, ഫീസിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. യെസ്, തംസപ്പ് കിട്ടി. മോർ തംസപ്സ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് റേസ് ഹാൻഡ് ചോദിക്കാം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് എത്രയോ ബാച്ചുകളായി, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ സംസാരിക്കുക. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാം. നമ്മൾ ഒരിക്കലും ഒരു ആളെ പിന്നാലെ നടന്ന് വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഡെമോയിലേക്ക് കൊണ്ടുവന്നത് അതിനാണല്ലോ, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാനല്ലേ പറയാം. ഇതിൽ നിങ്ങൾക്ക് കോഴ്സിന്റെ ഫീസും ബാക്കി കാര്യങ്ങളും അല്ലേ അറിയേണ്ടത്. നമുക്ക് കോഴ്സിന്റെ ഇത്രയും കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത് ഇത്രയും ഡ്യൂറേഷനിൽ സർട്ടിഫിക്കറ്റ്, പിന്നെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. ഒരു സമയം ഇതൊന്നും സംശയം ഒന്ന് വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആയിരുന്നു ഓക്കെ, നിങ്ങൾ 15,000 ട്രെയിനിങ് തരാം, അങ്ങനെ ഒരിക്കലും ആരും പറയില്ല. വരാം, നിങ്ങളുടെ അക്കാഡമിയാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് കോഴ്സ് ഫീ വരുന്നത് വെറും 25,000 രൂപയാണ്. 25,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആവശ്യമുള്ളവർക്ക് പ്രോബ്ലം ഇല്ല, പക്ഷെ കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം അല്ലെ. ഒറ്റയടിക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, അത് നമുക്കറിയാം. ഒരുപാട് പേർക്ക് ഉണ്ടാവും, വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒറ്റ വൺ ടൈം സെറ്റിൽമെന്റ് 25,000 രൂപ എങ്ങനെയാവും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് കോഴ്സ് തുടങ്ങുമ്പോൾ ഇതിപ്പോ 16 17 ബാച്ചുകളായിട്ടാണ്, നിങ്ങൾക്ക് അറിയാം, ഇൻസ്റ്റാഗ്രാമിൽ നോക്കി അറിയാം, ഞാൻ പിക്ചേഴ്സ് കാണിച്ചു തരാം. പിന്നെ അക്കാഡമി വരാം, നിങ്ങൾക്ക് മുരിങ്ങൂര് വരാം, അക്കാഡമി ഒന്ന് നേരിട്ട് കാണാം, നമ്മുടെ ഓഫീസിൽ വരാം. ഗൂഗിളിൽ നോക്കിയാൽ മതി, ഇൻസ്റ്റാഗ്രാമിലും മോങ്സ് മ്യൂസിക് അക്കാഡമി ഫേസ്ബുക്കിലും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ 95% സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളപ്പോ എന്താ ക്ലാസ് തുടങ്ങിയേക്കാൻ മുമ്പ് നിങ്ങൾക്ക് വൺ ടൈം സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 22,000 രൂപയാണ് കോഴ്സ് ഫീ ഉള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വൺ ടൈം സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല, സാമ്പത്തിക സ്ഥിതി പ്രശ്നമാണ്, നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് വരുമ്പോൾ തവണകളായി അടയ്ക്കാം. അങ്ങനെ അടയ്ക്കുകയാണെങ്കിൽ 25,000 രൂപ അടയ്ക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അതെങ്ങനെ അടയ്ക്കണം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരും, ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ സ്റ്റാഫ് വിളിച്ച് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് പഠിച്ച് ജോലി കിട്ടും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്ത് യൂസ്ഫുൾ ആവും, നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട്, നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. താഴെ ചാറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കാണാം. ഓക്കെ, ചാറ്റിൽ 2 എന്ന് പറഞ്ഞ എവരിവൺ ആക്കുക, നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക, നമ്പർ ഇടുക. ഇത് സാമ്പിൾ ആണ്. ഇതുപോലെ നിങ്ങൾ 2 എവരിവൺ ആക്കുക, നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക, നമ്പർ ഇടുക,
നാളെ നിങ്ങളെ വിളിക്കും. രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ, സീറ്റ് ബുക്ക് ചെയ്യാൻ 1000 rupees അങ്ങനെ കൊടുത്താൽ മതി. പിന്നെ കോഴ്സ് തുടങ്ങുമ്പോൾ ഈ വീക്കുകളിൽ തുടങ്ങും കോഴ്സ്, ബാക്കി 5000 ആക്കണം എന്ന് മാത്രം. രജിസ്ട്രേഷൻ ഫീ 5000 ആണ്, സീറ്റ് ബുക്ക് ചെയ്യാൻ 1000 ഉണ്ടാവുള്ളൂ. ഓക്കെ. രഞ്ജിത്ത് കുമാർ പേരും കൂടി ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ മീൻ വയൽ ബാക്കിയുള്ളവർ പേരിട്ടോളൂ. സംശയമുള്ളവർ ഹാൻഡ് റൈസ് ചെയ്തോളൂ. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം, ജസ്റ്റ് പേജിൽ കാണിച്ചു തരാം. നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഒരു കാര്യം കൂടി കാണിക്കാനാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ അക്കാഡമിയുടെ ഇൻസ്റ്റാഗ്രാം പേജാണ് ഇത്. നമ്മൾ റീസെന്റ് നടത്തിയ ടൈഗർ ടച്ചിന്റെ ട്രെയിനിങ് ആണ്. മിസ്റ്റർ ഷെറിനാണ് നടത്തിയത്. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ സ്ട്രക്ചർ ഇല്ലാതെ നമുക്ക് വെറുതെ ലൈറ്റുകൾ താഴെ വെച്ച് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അത്യാവശ്യം ബ്ലൈൻഡറും മൂവി ഹെഡും എന്താ പറയുക പാർ ലൈറ്റ്സും എല്ലാം കൂടി വെച്ച് ഇതൊരു ഷോ. ഇവിടെ ആളുണ്ടെങ്കിൽ നമുക്കത് ഷോ ആയി മാറി. സ്റ്റേജിന് വലിപ്പം കൂടി കഴിഞ്ഞാൽ എന്താ ലൈറ്റുകളുടെ എണ്ണം കൂടും, അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു മാത്രം. ഈ മോങ്സ് മ്യൂസിക് അക്കാഡമി നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയുടെ പേജുകൾ കിട്ടും, അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഓക്കെ, ഇതുപോലെ കണ്ടോ, ടീച്ചർ ഇവിടെ ഇല്ല, ടീച്ചർ മാറിയിരിക്കും, നിങ്ങൾ ഓരോരുത്തർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കോഴ്സ് കേട്ടോ. അപ്പൊ ബാക്കിയുള്ളവർക്ക് നമ്പർ ഇടാം, നമ്പർ ഇട്ടവർക്ക് ലീവ് ചെയ്യാം, നിങ്ങൾ നാളെ വിളിക്കും. നമ്പർ ഇടാത്തവരോട് പറയാനുള്ളത്, ഇവിടെ നിന്നല്ല എവിടെയെങ്കിലും പോയിട്ട് നല്ല കോഴ്സ് ചെയ്യുക. ലൈറ്റ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ. പഠിക്കേണ്ട ഒരു കാര്യമില്ല ഈ കാലഘട്ടത്തിൽ, കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെ, പണിയാണ്. നല്ല ക്വാളിറ്റി കൊടുത്തില്ലെങ്കിൽ ഒരാൾ നമ്മളെ വിളിക്കില്ല, ജോലി ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നിന്ന് പഠിക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചാണ്. നന്നായിട്ട് പഠിച്ചപ്പോഴാണ് നല്ല റിസൾട്ട് വന്നത്. ഇപ്പൊ റിലാക്സ്ഡ് ആണ്. എനിക്ക് മൃദുല വാര്യരുടെ ഷോ ഉണ്ട് ഞായറാഴ്ച, അവിടെ M32 ആണ്. M32 എങ്ങനെയാണ്, നമുക്ക് 16 ഔട്ടല്ലേ ഉള്ളൂ. ഞാൻ M32 അവിടെ 25 ഔട്ടാണ് എടുക്കാൻ പോണത്. അതെങ്ങനെയാ, അത് ടെക്നിക്ക് അറിയാം, അതുകൊണ്ടാണ് അതിന്റെ വേറെ ഔട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പലർക്കും അറിയില്ല. ഇങ്ങനെ കുറെ കാര്യം നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഈസി ആവും. ഓക്കെ, യെസ്. എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നിങ്ങൾക്ക് പേരിടാൻ ബുദ്ധിമുട്ടുള്ളവർ, ടൈപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നാളെ നിങ്ങളെ വിളിച്ച് ഡെമോയിൽ ബുക്ക് ചെയ്ത നമ്പറിൽ വിളിച്ചിട്ട് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞാൽ മതി, അവർ അത് പ്രൊസീഡ് ചെയ്തോളും. വേറെ ഒന്നുമില്ല, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് ഒരു 3 minutes കൂടി ഇതുപോലെ നിൽക്കും. നമ്പർ ഇടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം എൻഡ് ആവുന്നുണ്ടാവും. ഒഫീഷ്യലി ഇത് എൻഡ് ആവുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഗുഡ് നൈറ്റ്.